ട്രംപ് വന്ന് ഇതിന്റെ ഭാരമുള്ള കല്ലാക്കി കഴിഞ്ഞു. മലയാളി പെൺകുട്ടികൾ നെട്ടോട്ടമോടി. അന്തിമ ദിനത്തിൽ ഇസ്രയേൽ റഷ്യ ആക്രമണം ഉണ്ടാകും. ഇസ്രയേലിന് വിരോധമായി പാളയമിറങ്ങുന്ന കാലം. ഉലകത്തിന്റെ പരിസമാപ്തിയെ കുറിക്കുന്ന പൊൻകിരണങ്ങൾ സക്കരിയാവിൽ കൂടി എന്ന എഴുത്തുകാരനിൽ കൂടി വരച്ചു കാട്ടുന്നത് ആ സക്കരിയ പ്രവചനം. അതിനകത്ത് വായിച്ചത് 12 അന്തിമയുദ്ധത്തിന്റെ ചാലുകൾ. 1 യെരുശലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും, 5 അതിനെ ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്ന് രാത്രി 4 ഭാഗങ്ങൾ ജാതികൾ കൂടി വരുന്ന ഭാഗം അവസാനിക്കും. ബാക്കി നാളെ കഠിനമായി ഇസ്രയേലിൽ എന്ത് സംഭവിക്കുക. ഇനി ബൈബിളിലേക്ക് ഒന്നാമത്തെ പഠനം, സൺഡേ സ്കൂളിൽ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഒന്നാമത്തെ പഠനത്തിലേക്ക് യെരൂശലേം. എന്താ യെരൂശലേം? ഈ പട്ടണം എങ്ങനെ വന്നു? ശ്രദ്ധയോടെ. ഉൽപ്പത്തി 1 പ്രപഞ്ചം. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാടും ശൂന്യമായിരുന്നു. ഇരുൾ ഭൂതലത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതാ ഒന്നാമത്തെ ലോകം. രണ്ടാമത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. എവിടെ നിന്ന്? ഏദന്റെ പൂങ്കാവനത്തിലല്ല, എത്യോപ്യയുടെ വടക്കേറ്റത്തൊരു മണ്ണുണ്ട്, ഇറാഖിന്റെ യൂഫ്രട്ടീസ് ടൈഗ്രീസ്. 6 ഘടകങ്ങൾ സ്വർഗത്തിൽ. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. 7ാമത്തെ ഘടകമായ നിലത്തപ്പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇവിടെ സൺഡേ സ്കൂൾ പഠിക്കുന്ന, വചനം പഠിക്കുന്ന ദൈവദാസിമാരൊക്കെ ഉണ്ട്. മണ്ണിൽ നിന്നല്ല മനുഷ്യനെ മെനഞ്ഞത്. ഉൽപ്പത്തി 2:17 നിലത്തപ്പൊടിയിൽ നിന്ന് മനുഷ്യൻ. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. ദാനിയേൽ 12:2 നിലത്തപ്പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി, ചിലർ നിത്യലജ്ജയ്ക്കായി. സങ്കീർത്തനം 90 മോശയുടെ അഹരോന്റെ മരണം കാണുമ്പോൾ മോശ എഴുന്നു, എന്താ അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളപ്പാട് കൊടുക്കുന്ന ദൈവം, മർത്യനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. അവിടെ വരെ പാസ്റ്റർമാർ വായിക്കത്തോള്. താഴെ ഒരു വാക്യമുണ്ട്, ഞങ്ങൾക്ക് നെഞ്ചുവേദന വരും, ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ 80. അപ്പം ഭാര്യമാരെ കൊടുക്കുക, അവൾ വായിച്ചോട്ട്, മരിക്കുന്ന അവൾ മരിച്ചോട്ട്, ഞങ്ങൾ വേറെ കല്യാണം കഴിച്ചോളാം. സ്വോത്രം. ഒറ്റ പാസ്റ്റർമാർ വായിക്കാത്ത സങ്കീർത്തനം 90. അങ്ങനെയെങ്കിൽ മണ്ണിൽ നിന്നല്ല, അതാ ഇവിടെ തൊട്ടടുത്ത് പെരുങ്കടവിളയാലത്തൂർ, അവിടെ ഈ പാറയിൽ നിന്ന് മനുഷ്യനെ ഒക്കെയാൽ 97 മൂലകം കട്ടിമൂലകം. മനുഷ്യൻ ശരിയാവത്തില്ല. മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യും. മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു മൂലകം ലഭിക്കും. അതിന്റെ പേരാ ഈ കട്ടി കുറഞ്ഞ പ്രോക്സോൺ. അതിനകത്ത് നിന്ന് പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. എത്യോപ്യയിൽ നിന്ന് ആദമിനെ മെനഞ്ഞു. 6 ഘടകം. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. 7ാമത്തെ ഘടകം നിലത്തപ്പൊടിയിൽ. ശിഷ്ടാവായ ദൈവം ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേഹി, 337 ഗ്രാമുള്ള ഹൃദയത്തിന്റെ അറ തുറന്നു. 2 കിഡ്നികൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുടി ചലിക്കുവാൻ തുടങ്ങി. കാലുകളുടെ നഖം അനങ്ങുവാൻ തുടങ്ങി. കണ്ണുകൾ പ്രകാശത്തിലേക്ക് വന്നു. കർണപടങ്ങൾക്ക് ശബ്ദം ധനിക്കുവാൻ തുടങ്ങി. എന്താ? മെഡിക്കൽ കോളേജിൽ ICU അല്ല, ഇതാ സർവശക്തന്റെ കരമിറങ്ങി വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ ഞങ്ങൾ സാധാരണ ദൈവമെന്നല്ല, മഹാദൈവം, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേജിനകത്ത് ഘോരഘോരം പറയും, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ നല്ല ദൈവം. തീർന്നില്ല. അതിനുശേഷം ആദമിന് തക്ക തുണ, ഇണയല്ല, ആദമിന് തുക്ക തുണയായി. കുഞ്ഞുങ്ങൾ PSC പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ആദമിന് ദൈവം ഗാഠനിദ്ര വരുത്തി. വാരിയലിൽ നിന്നൊരു സഹോദരിയെ മെനഞ്ഞു. ആ സഹോദരിയുടെ പേരാ ഹവ്വ അമ്മച്ചി. ഈ വാരിയലിനകത്തുനിന്ന് ആദമിന് ഗാഠനിദ്ര വരുത്തി. ഇവിടെ ഒരു ഭാഗം, ഒരു സയൻസ് 2 മിനിറ്റ് എന്ന് കേട്ടാലും 1975 വരെ മനുഷ്യന് ശസ്ത്രക്രിയ ചെയ്യുവാൻ കൊടുക്കുന്ന ഒരു ഭാഗം മയക്കുന്ന ഗുളികയാണ്. അത് കൊടുക്കുമ്പോൾ 1 മണിക്കൂർ മയങ്ങുമ്പോഴാ പച്ചയ്ക്ക് കയ്യും കാലും കെട്ടിയൊക്കെ ഓടാതൊക്കെ ശസ്ത്രക്രിയ. 75 ഒരുവൻ വരുന്നു. അവനൊരു യഹൂദനായിരുന്നു. അവൻ്റെ പേര് ഡോക്ടർ ജെയിംസ് സിംസൺ. ആരാ? അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. അതുകൊണ്ടാ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നത്, PSC ടെസ്റ്റ്, കേട്ടറ്റ്, ടീട്ടറ്റ് എഴുതാ. അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാന്നറിയാമോ? ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം വചനം വായിച്ചു. വചനം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് പിടികിട്ടി മനുഷ്യനെ മയക്കാം. അതുകൊണ്ട് ആദ്യം ജൂനിയർ അനസ്തേഷ്യ, പിന്നെ ആദ്യം ക്ലോറോഫോം, പിന്നെ അനസ്തേഷ്യ. ആ മനുഷ്യൻ ബൈബിൾ വായിച്ചിട്ട് അനസ്തേഷ്യ കണ്ടുപിടിച്ചത്. അവര് പിടികിട്ടി മനുഷ്യന് ഗാഠനിദ്ര വരുത്താം. നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞൻ അനസ്തേഷ്യ കണ്ടുപിടിച്ച ഡോക്ടർ ജെയിംസ് സിംസൺ. നോട്ട് ചെയ്യാം. എന്നിട്ട് ഇദ്ദേഹം മരിക്കാറായി. പത്രപ്രവർത്തകരെല്ലാം സിംസണെ കാണാൻ ചെന്നു. സിംസണോട് ചോദിച്ച്, താങ്കൾക്ക് നോബൽ പ്രൈസ് കിട്ടിയതാ, അതുകൊണ്ട് സന്തോഷമില്ലേ? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയതല്ല എൻ്റെ സന്തോഷം, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചതായി എൻ്റെ സന്തോഷം. സ്വോത്രം. ബൈബിൾ വായിച്ചതിന് ശേഷം ക്ലോറോഫോമിന്റെ മൂത്ത ചേട്ടൻ അനസ്തേഷ്യ. ആദം ഹവ്വ ദമ്പതികളെ കൊണ്ടുവന്നതാ ഏദൻ. അടക്കി പാടുക, പെറ്റുപരിക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ദൈവം മനുഷ്യന് ആയുസ് കൊടുത്തു. 1 ദിവസം സമം 1000 സംവത്സരം. 1000 സംവത്സരമാണ്
ഒരു മനുഷ്യൻ പോലുമില്ല. അതിൻ്റെ ഇടയ്ക്ക് തോട്ടത്തിനകത്തൊരു കാര്യമുണ്ടായിരുന്നു, നന്മയുടെയും തിന്മയുടെയും തിരിച്ചറിവിൻ്റെ ഒരു വൃക്ഷം. സ്വർഗം അവരോട് പറഞ്ഞു, ഈ കായ് നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചു കഴിഞ്ഞാൽ തോട്ടത്തിന് പുറത്താകും. ഈ സമയത്ത് ആദമിന് പല പ്രാവശ്യവും മെസ്സേജ് അയച്ചു. ആരായി? സാത്താൻ വാട്സപ്പൊക്കെ അയച്ചു, അച്ചായ അത് കഴിക്കണം, നിങ്ങൾക്ക് വലിയ അനുഗ്രഹം വരും, ഉണർവ് വരും എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിൻ്റെ കരമേറ്റ ആദം അതിലേക്ക് വീണില്ല, മാറി നിന്നു. അങ്ങനെ ഇരുന്നപ്പോഴേ ഈ ആദം ഇടയ്ക്കിടയ്ക്ക് പനച്ചുമൂടി ചന്തയിൽ സാധനം മേടിക്കാൻ പോകുന്ന ആർക്ക് പിടികിട്ടി? പിശാചിന് പിടികിട്ടി. സ്വോത്രം. അപ്പോൾ ഉടനെ അമ്മാമ്മയുടെ വാട്സപ്പ് കൈക്കലാക്കി. അമ്മാമ്മയ്ക്ക് മെസ്സേജ് അയച്ച് അങ്ങോട്ട് ഉപദേശിമാർ പറയുന്നല്ലോ, വീട് തരാം, കാറ് തരാം, കമ്പ്യൂട്ടർ തരാം, അമേരിക്കയ്ക്ക് വിടാം, അങ്ങോട്ട് പോരാ, കവിഞ്ഞൊഴുകുന്ന നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹം, ഇത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അച്ചായൻ കഴിച്ചില്ല, അമ്മാമ്മ പകുതി കഴിച്ചു, അച്ചായനും പകുതി കൊഴിച്ചു. രണ്ടുപേരുടെ കഴിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരിൽ നഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കുടുംബം ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചപ്പോൾ രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി തോട്ടത്തിൽ നിന്ന് പുറത്തായി. കേട്ടോ, ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയതുകൊണ്ട് ചെറുതായി അനുദപിക്കുവാൻ തീർന്നില്ല. അതിനുശേഷം വീണ്ടും രണ്ട് കുഞ്ഞുങ്ങൾ കായീൻ ഹാബേൽ ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു. വചനം ശ്രദ്ധയോടെ സൺഡേ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ രണ്ടുപേരെ നിലത്തിനകത്ത് ആരാധനയ്ക്ക് കൊണ്ടുവന്നു. കായീൻ, ചില സൺഡേ സ്കൂൾ ടീച്ചർമാർ പറയും, എലി കടിച്ച കാച്ചിലും പൂച്ച മാന്തിയ മരച്ചീനിയൊക്കെ അന്ന് ചുമ്മാതെ നല്ല മേൽത്തരമായ വിഭവങ്ങളാണ് കായീൻ കൊണ്ടുവന്നത്. പക്ഷേ ഹാബേൽ ഒന്നേ കൊണ്ടുവന്നോളൂ, നല്ലൊരു ആട്ടുംകുട്ടിയെ കൊണ്ടുവന്നു. ആട്ടുംകുട്ടി ദൈവസന്നിധി വന്നിട്ട് മിണ്ടാതിരുന്ന ദൈവമെന്നല്ല, അത് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചു. അത് കണ്ടപ്പോൾ സ്വർഗം സന്തോഷിച്ചു. ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന കായീൻ ഹാബേലിനെ വെട്ടിക്കൊന്നു. ഹാബേലിന്റെ രക്തം നിലവിളിക്കുമ്പോൾ സ്വർഗം ചോദിച്ചു, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? കായീൻ പറഞ്ഞു, ഞാൻ അവന്റെ കാവൽക്കാരനോ, മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിച്ചു. ഉൽപ്പത്തി 5 വരുമ്പോൾ ഒരുവനുണ്ടായിരുന്നു, ഹാനോക്ക്, ദൈവത്തോട് കൂടെ നടന്നു. അവന്റെ ഒരു പൈതലുണ്ടായിരുന്നു, മെഥൂശലഹ്. അവൻ ആ ബൈബിളിനകത്ത് ഏറ്റവും കൂടുതൽ ആയുസുള്ള 969 സംവത്സരം. ഉലകത്തിന്റെ ചരിത്രം, ബൈബിളിന്റെ ചരിത്രം ഏറ്റവും നിർണായകമായ ആയുസുള്ളതായിരുന്നു മെഥൂശലഹ്. പരസ്യയോഗത്തിൽ പ്രസംഗിച്ചില്ല, കൺവെൻഷൻ പ്രസംഗിച്ചില്ല. പക്ഷേ അവൻ എത്രയും ആയുസ് കിട്ടാൻ കാര്യമെന്താ മക്കള്? അപ്പൻ വചനത്തോട് കൂടെ നടന്നപ്പോൾ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. കരമുയർത്തുന്നവർക്കായി. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ, വചനവുമായി സഞ്ചരിച്ചപ്പോൾ അവന്റെ തലമുറകളെ ദൈവം മാനിച്ചു. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. ഉൽപ്പത്തി 6 വരുമ്പോൾ പാപം ചെയ്ത ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സൃഷ്ടാവായ ദൈവം ആയുസിന് വെട്ടിക്കുറവ്. എവിടാ? നമ്മുടെ പെരുങ്കടവിളയിൽ ഞാൻ നിർമ്മല ചേച്ചി ചുരിദാറിൻ്റെ കൈവെട്ടുന്ന പോലെ ദൈവം കൈവെട്ടി ആയുസ് 1000 മാറ്റി, ഒറ്റയടിക്ക് 120. ദൈവത്തിൻ്റെ പുത്രന്മാർ, ലോകത്തിൻ്റെ പുത്രന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്ത്. അവൻ്റെ പേരാ നോഹ. നോഹയോട് പറഞ്ഞു, കാലത്തിൽ പെരുമഴ വരാറായി, പ്രസംഗിക്കാൻ പറഞ്ഞു. ലോകയ്ക്ക് ഒരു പെട്ടകത്തിൻ്റെ സ്ട്രക്ചർ കൊടുത്ത് 300 നീളം, 50 വീതി, 30 ഉയരം, 4 ഗോപേർ മരം, 5 3 വാതിലുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ, ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു പെട്ടകം പണിയാൻ. നോഹയ്ക്ക് ഒരു പരസ്യയോഗത്തിന് സൗണ്ട് സിസ്റ്റവും സ്വർഗം കൊടുത്തു. വഴിനീളം പ്രസംഗിച്ചു തുടങ്ങി. ലോകം അസ്തമിക്കാറായി, പെരുവെള്ളം വരാറായി. നാട്ടുകാർ പറഞ്ഞു, വല്യപ്പനെന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നോഹ ഇങ്ങനെ പ്രസംഗം തീരാറായപ്പോൾ സ്വർഗം പറഞ്ഞു, ഈ സൗണ്ട് സിസ്റ്റം എല്ലാം വിറ്റ് കാശാക്കിയത് പണിക്കാർക്ക് പൈസയും കൊടുത്തു വിട്ട് നീ പിരിച്ചു വിട്ടോളാൻ പറഞ്ഞു. നോഹയും കുഞ്ഞുങ്ങളുമായി പെട്ടകത്തിൽ ഇറങ്ങി. ഒറ്റ എണ്ണം രക്ഷപ്പെട്ടില്ല. സ്തോത്രം. ആ സമയത്ത് ആരാ നോഹയുടെ പെട്ടകത്തിൻ്റെ കുറ്റിയിട്ടത്? സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി പണിയാൻ സ്ട്രക്ചർ സ്വർഗം കുറ്റിയിട്ടത്. എന്തുകൊണ്ട് നോഹയെ കൊണ്ട് കുറ്റിയിട്ടില്ല? ഇന്നത്തെ നമ്മുടെ ഭാഷ ഒറ്റശകരമംഗലത്ത് CC ക്യാമറ പോലെ പെട്ടകത്തിൻ്റെ പുറത്ത് ക്യാമറ ഇരിക്കുക. ഈ നമ്മുടെ കീഴാറുള്ള ധനമായി ഈ യെല്ലോയും മാങ്കോയും കണ്ടിട്ട് പെട്ടകത്തിൻ്റെ സൈഡിൽ വരുമ്പോൾ ഞങ്ങളുടെ പാസ്റ്റർമാരെ ഭാര്യമാരെ പറയുന്ന പോലെ പ്രതിപുരുഷനും സെക്രട്ടറിയും കാണത്തില്ല. അച്ചായൻ കവർ മേടിച്ച് തുറക്കാൻ പറയും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിന് നേരത്തെ അറിയാം. അതുകൊണ്ട് സ്വർഗം എന്തോ ഒരൊറ്റ കുറ്റിയിടിയിൽ ഇനി ആര് വന്നാലും രക്ഷയില്ല. സ്വർഗം കുറ്റിയിട്ടാൽ പിന്നെ ആർക്കും അത് തുറക്കാൻ പറ്റത്തില്ല. സ്വോത്രം. അതിനുശേഷം സ്വർഗം ഒരു വഴി തുറന്നാൽ 3ാമത് രാത്രി പറയണ്, കോട്ടൂരിലെ മന്ത്രവാദിക്കും അത് അടയ്ക്കാനും കഴിയത്തില്ല. സ്വോത്രം. നോഹ പെട്ടകത്തിൽ പോയി 40 ദിവസം മഴ, രാവും പകൽ. അന്നാസ്, ആഴത്തിൻ്റെ ഭണ്ഡാരഗ്രഹങ്ങൾ. വായിക്കാൻ സമയമില്ല. അതിൻ്റെ പേര് അന്നാ സുനാമി. നോഹയുടെ കാലത്തായി സുനാമി അടിച്ച ആഴത്തിൻ്റെ ഭണ്ഡാരഗ്രഹം. ഇന്ന് രാത്രി ഞാൻ ഈ പഴിഞ്ഞിപ്പാറയോട് കാവല്ലൂരോട് എഴുതി വെച്ച 2024 ഭൂകമ്പമല്ല, വൻ സുനാമി ലോകത്തിൽ അടിക്കാൻ പോകും. ആഗോള താപനം. അതുകൊണ്ട് സുനാമി 2024 വരാൻ പോകുന്നു. പ്രാർത്ഥിച്ചോണ്ടാ മതി. ഇന്ന് രാത്രി കേട്ടോണേ. ഇങ്ങനെ പെരുവെള്ളം. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടകം ആടി വലയാൻ തുടങ്ങി. പെട്ടകത്തിനകത്തിരുന്ന അമ്മമ്മയും കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞു, അച്ചായ കർത്താവ് കള്ളം പറഞ്ഞതോ, മിക്കവാറും ഇത് ബ്രാരുമൂട് വഴി
നമ്മൾ പൂവാറിക്കടലിൽ വീഴത്തേ ഉള്ളു. സ്വോത്രം. അച്ചായ ആൻറ്റിയോട് പറഞ്ഞു മിണ്ടാതിരി കൊച്ച് സ്ട്രക്ചറിട്ട് സ്വർഗത്തിലെ ദൈവം 40 രാവും 40 പകലും. ആദ്യം മലങ്കാക്ക പ്രാവ് പോട്ട് തിരിച്ചു വന്നില്ല, അവസാനം വെള്ളം പറ്റി തുടങ്ങി. പെട്ടകം എവിടെ? അരാരാത്ത് പർവ്വതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം പെട്ടകത്തെ ഉറപ്പിച്ചു. ഈ രാത്രി വചനം മനസ്സിലാക്കണം. വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം പെരുങ്കാറ്റും കൊടുങ്കാറ്റും ഈശാനുമൂലനും നിന്റെ പടകിന് നേരെ ആഞ്ഞടിച്ചാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അല്പം കറങ്ങിയാലും അല്പം മുഴങ്ങിയാലും അല്പം കുലുങ്ങിയാലും പെട്ടകത്തിനകത്ത് അല്പം കലവില ഉണ്ടായാലും നിന്നെ കൊണ്ടെത്തിക്കുവാൻ ഒരു അരാരാത്ത് അതിന്റെ പിൻപിലുണ്ട്. ദൂതേറ്റെടുക്കുന്നവരായി ഇന്ന് രാത്രി നോഹയുടെ പെട്ടകമാ സ്വർഗത്തിന്റെ നിത്യത. 7 അടിസ്ഥാന ഉപദേശം. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് കൂട്ടായ്മയിൽ തിരുമേശയിൽ പങ്കാളിയായി കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗീയ സിയോൻ ഒരുക്കിക്കൊണ്ട് കാന്തൻ വരാറായി. ഇതാ നോഹയുടെ പെട്ടകത്തിന്റെ അടിസ്ഥാന ഉപദേശം. ഇന്ന് രാത്രി അമ്മമ്മ ക്രിസ്തീയ ജീവിതത്തിൽ ഇറങ്ങി, അച്ചായ ഇറങ്ങി, മോനെ നിന്റെ കുടുംബത്തിന് നേരെ പെരുങ്കാറ്റടിക്ക്. ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടാൻ, കടഭാരം വരും, മക്കൾക്ക് രോഗമൊക്കെ വരും. എന്നാൽ അന്ത്യം വരെ സഹിച്ചു നിൽക്കുമെങ്കിൽ ഇന്ന് രാത്രി പറ അടിസ്ഥാനം ഇട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വാഗ്ദത്തം ഏറ്റെടുക്കുവാൻ കഴിയും? അടിസ്ഥാനം ഇട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കാവല്ലൂരിൽ നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അല്പ കാത്തിരുന്ന നിനക്ക് വേണ്ടി ഒരു പുതിയ തുറമുഖം എത്തിക്കുക. നോഹയുടെ പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി ചലിക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ വചനം എടുത്തുകൊണ്ട് അമ്മച്ചി ഈ പട്ടണത്തിനകത്ത് യാത്ര ചെയ്തപ്പോൾ, അച്ചായ ദൈവത്തിന്റെ വ്യഞ്ജനത്തിന് വേണ്ടി യാത്ര ചെയ്തപ്പോൾ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഏതൊക്കെ കാറ്റ് വരട്ടെ, യെല്ലോ വരട്ടെ, മാംഗോ വരട്ടെ, പൈനാപ്പിൾ വരട്ടെ, സപ്ലൈക്കോയ് സാധനമില്ലാതെ വരട്ടെ, നീ പട്ടിണി കിടന്ന് മരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരുക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അരാരാത്ത് പെട്ടകത്തിന് അരാരാത്ത് ചെന്ന് എന്താണെന്നറിയാമോ? സ്തോത്രം. പെട്ടകം ഉറച്ചു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കളിയിൽ പോകുന്ന ഡാമിൻ്റെ അവിടെ ചെന്ന് പെട്ടകം ഉറച്ചു. പെട്ടകം ഉറച്ചപ്പോൾ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയാമോ? നോകയും മക്കളും ഒക്കെ ഇറങ്ങി. ഇപ്പോൾ പാട്ടും പരിപാടിയും ഒന്നുമില്ല. അവിടെ JCB ഒക്കെ വിളിച്ചെന്തോ ഇതെന്നറിയാമോ? മുന്തിരി കൃഷിയൊക്കെ തുടങ്ങി, ചെറിയ കൃഷികളൊക്കെ. ഇപ്പോൾ നമ്മുടെ കൃഷിയിലായിപ്പോയി. ആ സമയത്ത് ആദ്യം മുന്തിരി മേടിക്കാൻ പാറശാലക്കാരും കളിക്കാവിളക്കാരും കുന്നത്തുകാലുവരും ഒക്കെ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ നോകയുടെ നല്ല തോട്ടത്തിൻ്റെ അറിവ് കിട്ടിയിട്ട് ബാംഗ്ലൂരിലെ ഈ കള്ള് കച്ചവടം ചെയ്യുന്ന ബിവറേജസുകാർ വന്ന് അവർ നോകയോട് പറഞ്ഞു, അച്ചായ എവിടെ കൊടുത്താൽ കിലോയ്ക്ക് 20 രൂപ പെട്ടിക്ക് കിട്ടത്തുള്ളൂ, മൊത്തവും കൂടെ വണ്ടി കയറ്റിയാൽ ഞങ്ങൾ അഡ്വാൻസ് കാശ് തരാമെന്ന്. അച്ചായനും വിചാരിച്ച് എന്തിനാ ചെറിയ കച്ചവടം നടത്താൻ ഹോൾസെയിൽ കൊടുത്തു കള്ളുകൂടിയന്മാർക്ക്. അവന്മാരിത് കൊണ്ടുപോയി. അങ്ങനെ ഒരു 2-3 ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അവർ അച്ചായന് കൊണ്ടുവന്നിട്ട് ഒരു സാമ്പിൾ ബോട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, അച്ചാ ഇടയ്ക്കടത്തേക്ക് ഇച്ചിരി അടിച്ചോ, നല്ലതാണ്. സ്വോത്രം. അതാ ചെയ്തത്. ആരാ? ഈ ബാംഗ്ലൂരുകാർ നാടൻ ഭാഷ. ആ സമയത്ത് വചനം പ്രസംഗിച്ച നോക 30 അടിച്ചു, 60 അടിച്ചു, 90 അടിച്ചു. സന്തോഷമില്ലല്ലോ? ഇപ്പം നാടൻ ഭാഷയെ പറഞ്ഞ ഉടുതുണിയില്ലാതെ വീട്ടിൽ കിടക്കുക. സ്വോത്രം. ഇതാ വീരന്മാർ പട്ടുപോയത് എങ്ങനെ വചനം പഠിക്കാം. സ്വോത്രം. കാര്യം കണ്ടോ? ദൈവത്തിൻ്റെ വഴിവിട്ട്. പിന്നെ പ്രത്യേകിച്ച് പാസ്റ്റർമാരെ ശ്രദ്ധിക്കുക. വിശ്വാസികളെ തൊടുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകുമ്പോൾ പ്ലെയിനകത്ത് ഫ്രീ ആയിട്ട് കള്ള് കിട്ടും. ദയവേത് അതിരുന്ന് കുടിക്കരുത്. അതിൻ്റെ ഇപ്പുറത്ത് ആൾക്കാർ ക്യാമറ ആയിട്ടിരിക്കുക. സന്തോഷമില്ലല്ലോ? കിട്ടിക്കഴിഞ്ഞാൽ ബാഗിലെങ്ങാനും ഇട്ട് ആരെങ്കിലും അറിയാതെ കൊണ്ട് കുടിച്ചോണം. പാസ്റ്റർമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടെ പറഞ്ഞേക്കുക. കഴിഞ്ഞ നാളുകളിൽ 2 വീരന്മാർ, കോട്ടയത്തെ 2 ചേട്ടന്മാർ പ്ലെയിനകത്തിരുന്ന് ഇങ്ങനെ അടിക്കുന്നത് ലോകം കണ്ടതാ. സ്വോത്രം. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് ഇന്ന് പറയുക. സ്വോത്രം. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. ഇന്ന് രാത്രി ആ മദ്യം കുടിച്ച് നോകയും കടന്നപ്പോൾ കുഞ്ഞുങ്ങൾ വന്നു. കണ്ട കുഞ്ഞുങ്ങൾ ഓർത്ത്, അയ്യോ ഞങ്ങളുടെ അപ്പച്ച എത്ര നല്ല സുവിശേഷകനായിരുന്നു, അഭിഷേകത്തിലും അന്യഭാഷയിലും ആരാധിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിച്ചപ്പോൾ നോക എന്തോ ഇത് കെട്ടുവിട്ടുണർന്നു. മക്കളെ ശപിച്ചു. ഉൽപ്പത്തി 10 കനാൻ ശപിക്കപ്പെട്ടവൻ. സ്വർഗം പറഞ്ഞു ഇനി അവൻ്റെ കൂടില്ല, ഗുഡ് ബൈ. അവൻ നോയായി തീർന്നു. സ്വർഗം നേരെ ഇവിടെ പോയി അബ്രഹാമിന് ഇവിടെ ലോത്ത്, പിന്നെ ആദമിൻ്റെ തലമുറയെ ശേത്തിന്റെ ഒരു പാരമ്പര്യമായി ഇറാഖ്, അവിടെ കൽദേര പട്ടണമായ ഊരിൽ മെസപ്പൊട്ടോമിയയിൽ ആരാ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. തേരകിൻ്റെ മകനിരിക്കുന്നു അബ്രഹാം കുറെ നാളുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കുന്ന. അബ്രഹാമിന് രക്ഷയില്ല. അങ്ങനെ ഇപ്പോൾ സ്വർഗം പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞു അബ്രഹാമേ. അവന് കൊടുത്ത വാഗ്ദത്തം ഉൽപ്പത്തി 12, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യാത്രയാകാൻ പറഞ്ഞു. 1498 കിലോമീറ്റർ അബ്രഹാമിനെ കൊണ്ടുപോയി. കനാൻ. വിളി കേൾക്കാത്ത ഒരുവനും ഉണ്ടായിരുന്നു, ലോത്ത്. അവർ 2 പേരും കൂടെ കാര്യങ്ങൾ കൃഷി ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഡിവിഡന്റ് നടന്നു അബ്രഹാമിന്. മമ്രയുടെ തോപ്പ് സോദോം ഗോമർ ലോത്തിന്. വാർദ്ധക്യത്തിൽ അബ്രഹാമിന് ഒരു സന്തതി പറഞ്ഞു, ഇസഹാക്ക്. അടുത്തതിന് ശേഷം കേട്ടോണേ,
ഇസഹാക്കിന്റെ സന്തതിയായി അടുത്ത 2 കുഞ്ഞുങ്ങൾ ഒരു അമ്മയുടെ ഉദരത്തിൽ. ആരൊക്കെയാണെന്ന് അറിയാമോ? ഏശാവും യാക്കോബും. ഇസ്രായേലിന്റെ കഥ. ഒരമ്മയുടെ ഉദരത്തിൽ. അന്നോട്ടേ ഒരു പ്രശ്നക്കാരനാ. ആ സമയത്ത് ഏശാവ് ചുവന്ന നിറമുള്ളവൻ, ഉടനെ യാക്കോബ്. യവന്മാർ 2 വിഷയം. ഏശാവ് ആരായിരുന്നു? വനശാലിയും മൃഗവേട്ടക്കാരനും. യാക്കോബ് ആരായിരുന്നു? നമ്മുടെ പിള്ളേരെ പോലെ അമ്മച്ചയുടെ ചുരിദാർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയായിരുന്നു. പണ്ടേ അവൻ ഉപായിയായിരുന്നു. സ്തോത്രം കേൾക്കണം. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഭയങ്കര ചൂട്, 48 ചൂടടിച്ചപ്പോൾ ചേട്ടൻ വനവേട്ടയ്ക്ക് പോയി. അപ്പോൾ ഏശാവ് വരുമെന്ന് യാക്കോബിനറിയാം. അവൻ നല്ല സ്കാഷും പയറുപായസവും ശവനപ്പം വെച്ചു. ഓടി വന്ന ഏശാവ് അനിയനോട് ചോദിച്ചു, എനിക്ക് കഴിക്കാം. അനിയൻ പറഞ്ഞു, തരാം, നിനക്ക് പയറുപായസവും ബിരിയാണി എസൻസും ഒക്കെ ഇട്ടതൊക്കെ തരാം, പക്ഷേ ജ്യേഷ്ഠാവകാശം തരണം. ഒരുത്തൻ്റെ പരാജയം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ദൈവം കൊടുത്ത അവകാശത്തെ നഷ്ടപ്പെടുത്തി. 2, അമ്മ കുറച്ച് ദിവസം പോയപ്പോൾ അപ്പച്ചന് കണ്ണു മങ്ങി. ഈ അപ്പച്ചന് കണ്ണു മങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരെ ഏശാവിനോട് അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു, മോനെ എവിടെയെങ്കിലും വെള്ളറടയിലോ അതുപോലെ ആറാട്ടുകുഴിയിലോ അമ്മ അത് കഴിഞ്ഞിട്ട് മണ്ണാത്തിപ്പാറയിലോ പോയി ഏതെങ്കിലും ഒരു മൃഗസമ്പത്തിനെ കട്ട് ചെയ്തുകൊണ്ട് വരണം, മട്ടൺ സ്റ്റൂ. അപ്പോൾ അമ്മച്ചിക്ക് പിടികിട്ടി അപ്പച്ചന് പാൻ വിസ വന്നെന്ന്. അമ്മച്ചി യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യാക്കോബ് നീ ഒരു കാര്യം ചെയ്യ്, എവിടെയെങ്കിലും പോയി ഫാസ്റ്റ് ഫുഡിൽ നിന്ന് എങ്ങനെങ്കിലും അപ്പച്ചന് നല്ലൊരു റെസിപ്പി കൊണ്ടുകൊടു, നിനക്ക് അവകാശം കിട്ടുമെന്ന്. യാക്കോബ് വിട്ടോ. അമ്മച്ചിയുടെ മൃഗസമ്പത്ത് കൊടുത്ത് അമ്മച്ചി കട്ട് ചെയ്ത് എസൻസ് മട്ടൺ സ്റ്റൂ എല്ലാം കൂടിയിട്ട് കലക്കി കൊടുത്തു. സ്വോത്രം. കണ്ണുമങ്ങി അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പച്ചൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പാവപ്പെട്ട കണ്ണുമങ്ങി അപ്പച്ചൻ ചോദിച്ചു, ഇത് എത്ര വേഗം എങ്ങനെ കിട്ടി? അവൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം തന്നു. അതും കള്ളം. സ്വോത്രം. എന്നിട്ട് ഏശാവിൻ്റെ രോമക്കുപ്പായം എടുത്തിട്ടു. ഇവൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അപ്പച്ചന് വീണ്ടും സംശയം, നീ എൻ്റെ ആദ്യജാതനായ ഏശാവോ? യാക്കോബ് അവിടെയും കള്ളം പറഞ്ഞു. സ്വോത്രം. ആദ്യജാതനായ ഏശാവാന്ന് തലേ കൈവച്ച് അനുഗ്രഹം മേടിച്ചു. ഈ അനുഗ്രഹം കിട്ടിയപ്പോൾ അമ്മച്ചി പറഞ്ഞു, മോനെ സ്ഥലം വിട്ടോളാം. സ്വോത്രം. ഇവിടെ നിന്നാൽ രക്ഷയില്ല. ചേട്ടൻ വടിവാളുമായിട്ട് വനത്തിൽ നിന്ന് വരും. അമ്മച്ചി ആകെ ഒരു കുപ്പി മിനറൽ വാട്ടറും കൊടുത്തു, ഒരു വടിയും കൊടുത്തു, ഒരു അഡ്രസ്സ് കൊടുത്തു. ലാബാൻ്റെ വീട്ടിൽ രാവിലെ അവൻ ഇറങ്ങി. അയ്യോ, നടന്ന് പോയി. വെള്ളം തീർന്ന് വടി പോയി. അവസാനം അങ്ങോട്ട് ചെല്ലാൻ ലാബാൻ്റെ വീടറിയത്തില്ല, തിരിച്ചു പോകാൻ പറ്റത്തുമില്ല. അന്ന് രാത്രി എന്നും നല്ല AC-ക്കകത്ത് കിടന്ന് കപ്പലണ്ടിയും കുറിച്ച് നല്ല കറുത്തമത്ത് കണ്ടുകൊണ്ടിരുന്ന യാക്കോബ് അന്ന് എന്താ സംഭവിച്ചത്? ലൂസിൻ്റെ പട്ടണത്തിൽ ഒരു തലയണ എടുത്തു വെച്ച് അവൻ അങ്ങ് കരയാൻ തുടങ്ങി. സ്തോത്രം. എന്ന് രാത്രി അവൻ്റെ കണ്ണുനീര് തലയണയിൽ ഇറങ്ങാൻ തുടങ്ങിയോ? സ്വർഗത്തിൻ്റെ കോവണി യാക്കോബിന് വേണ്ടി ഇറങ്ങി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി പറ, നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ഇന്ന് രാത്രി പറ, എന്ന് രാത്രി എൻ്റെ കടക്കപ്പായ്ക്കകത്ത് കണ്ണുനീർ ഇറങ്ങും. അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. വചനം മനസ്സിലാകുന്നവർക്കായി രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ദർശനത്തിൽ ദൈവത്തിൻ്റെ ദൂതനിറങ്ങി. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഈ യാത്രയിൽ എന്നോട് കൂടെ ഇരിക്കണം, ഞാൻ സ്ഥലത്ത് ചെല്ലുന്ന സ്ഥലത്ത് എന്നെ അനുഗ്രഹിക്കണം. ലാസ്റ്റ് അവൻ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണം. യാക്കോബ് പറഞ്ഞു. അടുത്ത കാര്യം, ഇന്ന് രാത്രി അവൻ അന്നേരം ലാബാൻ്റെ വീട് പിടികിട്ടി. റൂട്ടനുസരിച്ച് ലാബാൻ്റെ വീട്ടിൽ ചെന്ന്. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ലാബാനേവ് ദൈവസാന്നിധ്യം ഇറങ്ങി. അഭിഷേകമുള്ളവനാ. ആ സമയത്ത് യാക്കോബ് അഭിഷേകത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ദൈവകൃപ ലഭിച്ചവനെ കിട്ടിയപ്പോൾ ലാബാൻ എന്ത് ചെയ്തു? ആടുമാടുകൾ അതുപോലെ റബ്ബർ എസ്റ്റേറ്റും എല്ലാം ഏൽപ്പിച്ചു. എന്നിട്ട് പെൺപിള്ളാരെല്ലാം കാണിച്ചു. ലേയെ കാണിച്ചു, റാഗേലിനെ കാണിച്ചു, ബിൽഗയെ കാണിച്ചു, ശില്പയെ കാണിച്ചു. ആദ്യം റാഗേലിൻ്റെ പട കൊടുത്തത്, 7 വർഷം നീ ആട്ടിനെ മേയിച്ചാൽ ഈ പെൺകൊച്ചിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. പാട്ടും പോയി, പ്രാർത്ഥനയും പോയി, ദൈവസാന്നിധ്യവും പോയി, ദൂതും പോയി. യവൻ റാഗേലിനെ ചൊല്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. 7-ാം വർഷത്തെ ഒരു കല്യാണം നടന്നു. കല്യാണത്തിൻ്റെ പ്രത്യേകത രാത്രിയിലായിരുന്നു കേട്ടോ. ആരാ കൊണ്ടുവന്നതെന്നറിയാമോ? അപ്പൻ കൊണ്ടൊരു പെൺകൊച്ചിനെ മുറിയിലാക്കി. കല്യാണം കഴിഞ്ഞ് രാവിലെ നോക്കിയപ്പോഴാ എന്താ സംഭവം? റാഗേലല്ല, ലേയ. കൊടുത്താൽ കൊല്ലത്തല്ല കാവല്ലൂരും കിട്ടും. സന്തോഷമില്ലല്ലോ. കണ്ണ് മങ്ങിയ അപ്പന് യവൻ പറ്റിച്ചപ്പോൾ ലാബാൻ എന്ന് പറയുന്ന PhD നേടിയ പെരുങ്കള്ളൻ ഈ മോനെയും പറ്റിച്ചു കൊടുത്തു. സ്വോത്രം. എങ്ങനെ ഇരിക്കുന്നു? ഇതാ ദൈവത്തിൻ്റെ വചനം. കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ കണ്ണ് മങ്ങിയ പെങ്കൊച്ചിനെ അവന് മണവാട്ടിയായിട്ട് കിട്ടി. അതിനുശേഷം 7 വർഷം നിന്നു. പിന്നെ റാഗേലിനെ കിട്ടി, ബിൽഗ ശില്പ കിട്ടി. 20 വർഷമായി. പള്ളിയില്ല, പാട്ടില്ല, യോഗമില്ല, കൺവെൻഷനില്ല. ആ സമയത്ത് അവൻ ചെല്ലുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരു സംഭവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ലാബാൻ്റെ മക്കൾ കൊച്ചു പിള്ളേരായിരുന്നു. അവന്മാരിപ്പോൾ UK പഠിക്കാൻ പോയി. കാനഡയിലൊക്കെ ലീവിന് വന്നപ്പോൾ അവർ വീട്ടിലെ പ്രമാണവും പറ്റിയിട്ടീം രസീതും നോക്കിയപ്പോൾ സകലതും ഈ യാക്കോബ് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നു. സ്വോത്രം. ബാങ്ക്, പ്രമാണം, രസീത്. ആ സമയത്ത് കൊച്ചുങ്ങൾ ഇങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂളയിലെ ചെറുപ്പക്കാർ കത്തി കാണിക്കുന്ന പോലെ കത്തി കാണിക്കാൻ തുടങ്ങി. ആ സമയത്ത് യാക്കോബിന് പിടികിട്ടി, രക്ഷയില്ല. രണ്ടാമത്തെ കാര്യം, അപ്പൻ്റെ മുഖം ഇപ്പം
എങ്ങനെ ഇരിക്കുന്നറിയാമോ? നമ്മുടെ കടത്തൽ കുത്തിയോലിരിക്കുക സ്വോത്രം. അപ്പം പിള്ളേർ ഈ UK നിന്ന് വന്നിട്ട് ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയി അപ്പൻ രോമം കത്തിരിക്കാൻ പോയപ്പോൾ 2 ഇനോവയായിട്ട് ആരിറങ്ങി? യാക്കോബ്. ഭാര്യയും മക്കളെ എല്ലാം വിളിച്ചു കേട്ടിട്ട് നേരെ നെയ്യാർ ഡാം പോലെ ഒരു സ്ഥലത്ത് വന്ന് യാബോക്കിൻ്റെ കടവ്. അവിടെ വന്നപ്പോഴേ സ്വോത്രം ഒരു സംഭവം നടന്നു. എവരെ അക്കരെ കടത്താൻ യവന് കടക്കാൻ പറ്റത്തില്ല. അന്നത്തെ കാലത്ത് മനുഷ്യൻ കുറവുള്ള സമയം ഒരു ദൂതൻ അതിലെ കയറി പോകുന്ന കണ്ടു. ദൂതന്റെ കാലേക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തമായി. ഒരു ദിവസം ഉഷസാകുന്നവരെ മൽപ്പിടുത്തം നടത്തി. അവസാനം ദൂതൻ തിരിഞ്ഞു ചോദിച്ച്, കുഞ്ഞെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്. അപ്പം പറഞ്ഞു, ഇനി നിന്റെ പേര് യാക്കോബല്ല, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചത് കൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. സ്വോത്രം. കരമുയർത്തിയാട്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കേൾക്കണം, നാട്ടുകാരും കേൾക്കണം. ഇതാ ഇസ്രായേൽ. മെനഞ്ഞാന്ന് പൊട്ടിമുളച്ചതല്ല ഇസ്രായേൽ. ഉൽപ്പത്തി 32:27. അങ്ങനെ എന്താ അവിടെ ഒരു കുഴപ്പം കാണിച്ചു. യാക്കോബ് ഭയങ്കര ചതിയന. ഏശാവ് വരുമെന്ന് പറഞ്ഞിട്ട് ആ കണ്ണ് മങ്ങിയ ലേഖയെ മുന്നേ നിർത്തി കുത്ത് കിട്ടുന്ന അവക്ക് കിട്ടട്ടെ. മറ്റേ കാവ്യമാധവൻ റാഗേലിനെ അവൻ തോളെ കൈയിട്ടിരുന്ന വചനം എഴുതിയേക്കുന്ന മഹാകള്ളൻ. സ്വോത്രം. അങ്ങനെ ആ കള്ളന് കഞ്ഞി വെച്ചവനായിരുന്നു യാക്കോബ്. മനസ്സിലാക്കണം. അങ്ങനെ അവരെവിടെ വന്നു? വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ചു. ആ കാലത്ത് യാക്കോബിന്റെ തലമുറയെ ഒരുവനുണ്ടായിരുന്നു, യോസഫ്. യോസഫ് 1 പൊട്ടക്കിണർ, 2 അടിമച്ചന്ത, 3 പൊത്തിപേരുടെ ഭവനം, 4 കാരാഗ്രഹം. അതിനുശേഷം അവൻ എവിടെയാ? കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോന്റെ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രി ആയപ്പോൾ യാക്കോബിനെയും ചേട്ടന്മാരെ എല്ലാം കൊണ്ടുപോകാൻ രഥങ്ങൾ വന്നു. ഇന്ന് രാത്രി അത് പറയുമ്പോൾ അവസാനിക്കും. അപ്പോൾ ആ രഥങ്ങൾ വന്നപ്പോൾ ഇവർ ഇപ്പം മിസ്രൈമിലായി. ഒരു യഹൂദൻ 10 മിസ്രൈമ്യരെ കൊല്ലും. അത് കണ്ടിട്ടായി ഫറവോൻ പറഞ്ഞത് യഹൂദ കുടിലുള്ള സകലത്തിനെയും കൊല്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാ പഴയ നിയമത്തിൽ ഒരു വിമോചകൻ മോശയാൽ അവർ ഒരു ജനമായി. ആഴമേറിയ ചെങ്കടൽ, കട്ടളക്കാൽമേൽ കുറുമ്പടിമേൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ട് അവർ ചെങ്കടൽ കടന്നു. യാക്കോബിന് കിട്ടിയ പേരാ ഇസ്രായേൽ. മോശയുടെ നേതൃത്വത്തിൽ അവരൊരു ജനമായി. അതിനുശേഷം മോശ പോയി. അതിനുശേഷം യോശുവ, കാലേബ് യോർദാനും എരികോയും കടന്ന് മുന്തിരിക്കൊല വെട്ടിക്കൊണ്ട് അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്തേക്ക് വന്നു. ഇപ്പോൾ ജനം പെരുകി തുടങ്ങി. അവർ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ഒരു രാജാവിനെ കൊടുത്തു. ആ രാജാവ് കഴുതി അന്വേഷിച്ചു പോയ ശൗൽ. 40 വർഷം ഒറ്റ രാഷ്ട്രം ഇസ്രായേൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത 40 വർഷം അടുത്തവൻ ഭരിച്ചു, ദാവീദ്. 40 വർഷം. ദാവീദിന് ശേഷം ഒരുത്തൻ വന്നു, ശലോമോൻ. 40 വർഷം. 120 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ അടുത്ത ഒരുത്തൻ വന്നു. ഇസ്രായേൽ ഗോത്രം 12 ഗോത്രങ്ങൾ. അതിലൊരുത്തൻ വന്നു, രഹാബായാം. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ 2ആയി വെട്ടിമുറിച്ചു. 1 ഇസ്രായേൽ, അതിൻ്റെ തലസ്ഥാനം ശമരിയ. 2 യഹൂദിയ, അതിൻ്റെ തലസ്ഥാനമാ ജെറുസലേം. കരമുയർത്തിയാട്ട്. അന്തിമ യുദ്ധം ഇവിടുത്തേക്കാം. അതാ സെക്കര്യാവ് പറഞ്ഞ്, അന്നാളിൽ ജെറുസലേമിന് ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. ഇനി 3 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഈ 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തുമ്പോൾ, ഇനിയാ നമ്മുടെ പ്രസംഗം. ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 20,750 കിലോമീറ്റർ ഇസ്രായേൽ, അതിൻ്റെ നടുക്ക് 671 കിലോമീറ്റർ ഈ ജെറുസലേം. തീർന്നില്ല. ഏറ്റവും നിർണായകമായി ഇതിന് ഒരു പ്രത്യേകത പുറകെ പറഞ്ഞുതരാം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് 6,750 കിലോമീറ്റർ ഫലസ്തീൻ, റമല്ല, അതിനോട് ചേർന്ന് ജാഫ്ലിയ, അതിനോട് ചേർന്ന് കിടക്കുന്ന വെസ്റ്റ് ബാങ്ക്, ജെനിൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യുക. ഇത് കണ്ട് ബൈബിളും ഏഷ്യാനെറ്റും ഒക്കെ എടുത്ത് നോക്കി ഇത് ക്ലിയറായി വരും. അതിൻ്റെ ഇസ്രായേലിൻ്റെ വേറൊരു അതിർത്തി അഷ്കലോൺ, മെഡിറ്ററേനിയൻ ബോർഡറിൽ കിടക്കുന്ന 340 കിലോമീറ്റർ ഗാസ. ഈ ഗാസ 23 ലക്ഷം ജനങ്ങൾ പാർക്കുന്നു. അന്തിമ യുദ്ധം ഇതിൻ്റെ നടുവിൽ നിന്ന്. രണ്ടാമത്തെ കാര്യം, 1 ജെറുസലേം. ഈ ജെറുസലേമിൻ്റെ 15 പ്രത്യേകത യോഗം കഴിഞ്ഞിട്ട് ഓൺലൈനിൽ നോക്കാം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. 1 ജെറുസലേം, ദാവീദിൻ്റെ പട്ടണം. 2 5000 വർഷം പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും നിർണായകമായ നഗരം. 3 മതങ്ങളുടെ സംഗമഭൂമി, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 4 വിശുദ്ധ നാടെന്ന ഉലകം. 5 മക്ക മദീന കഴിഞ്ഞാൽ അൽ-അഖ്സ മോസ്ക് ഇവിടെ. 6 മുസ്ലിം സമുദായം പറയുന്നു അവരുടെ മുഹമ്മദ് നബി പാറയിൽ നിന്ന് പറന്നു പോയത് ഇവിടെ, അതിനാ ഡോം ഓഫ് റോക്ക്. ആ പാറ അതല്ല, അവർ പറയുന്ന തെറ്റായ കാര്യമാ. അവിടെ
ഇസഹാക്കിന് യാഗപീഠത്തിൽ കൊണ്ടുവച്ച പാറയ, ആ പാറ ജെറുസലേം. 6. ഏഴാമത്തെ കാര്യം, യേശുവിൻ്റെ കല്ലറ എവിടെ? 8. യേശുവിൻ്റെ അമ്മയുടെ കല്ലറ എവിടെ? 9. യേശു ക്രൂശ് ചുമന്ന കിദ്രോൻ തോമട് ഇവിടെ. 10. യേശുവിൻ്റെ ശരീരത്തിൽ തൈലലേപനം നടത്തിയത് ഇവിടെ. 11. ലോക ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധം. 12. 41 പ്രാവശ്യം ജനം ഓടി. 13. 27 പ്രാവശ്യം മുറിവേറ്റു. 14. യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരനുണ്ട്, തിയോഡർ ഹെർസൺ. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചു. അവൻ്റെ കല്ലറ ഇവിടെ. 15ാമത്തെ കാര്യം, ഏറ്റവും നിർണായകം, ശലോമോൻ പണിഞ്ഞ ദൈവാലയത്തിൻ്റെ കിഴക്കേ വാതിലും വിലാപമതിലും ഇവിടെ. യഹൂദൻ ചത്താൽ ഈ സ്ഥലം ആർക്കും കൊടുക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി ഇതിനു വേണ്ടി അന്തിമയുദ്ധം. ഗാസ എവിടത്തേക്ക്? അങ്ങനെയെങ്കിൽ 2ാമത്തെ ഭാഗമായി പരിഭ്രമപാത്രം. 3. ഭാരമുള്ള കല്ല്. ദാണ്ടേ ജെറുസലേമിന് 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തുമ്പോൾ ടെല്ലവീവ തലസ്ഥാനം. ദാണ്ട വായാടി ട്രംപ് വന്നു, ജെറുസലേമിന് ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. ഇപ്പോൾ മോഡി സാർ പറയുന്നത് ഞങ്ങളും അങ്ങനെ ചെയ്യാന്ന്. ദാണ്ടേ ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു, ടെല്ലവീവിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. 3. ഇസ്രയേൽ യഹൂദരാഷ്ട്രം. UN ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് UN വെടിനിർത്താൻ പറഞ്ഞിട്ട് പോലും വെടിനിർത്തുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, 49 അവൻ അതിനകത്ത് കയറിയ സംഭവം ഇതാ. ഇസ്രയേൽ ജൂതരാഷ്ട്രം. അങ്ങനെയെങ്കിൽ 3 പ്രവചനങ്ങൾ സെക്കരിയാവിനോടുള്ള ബന്ധത്തിൽ. 1. ജെറുസലേം. 2. പരിഭ്രമപാത്രം. ട്രംപ് വന്ന് ഇതിനെ ഭാരമുള്ള കല്ലാക്കി കഴിഞ്ഞു. 4ാമത്തെ പ്രവചനമാ ഇന്നത്തെ പ്രസംഗം. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിൻ്റെ ആദ്യത്തെ തുടക്കമാ ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഒക്ടോബർ മാസം 7-ാം തീയതി ഉലകം കണ്ടു ഗാസ ഇസ്രയേൽ സംഘട്ടനം. കരമുയർത്താം, സകല വാർത്തകളും തുടങ്ങാം. നമ്മുടെ ബൈബിളിൽ ഇതുണ്ടോ? അതുകൊണ്ട് 4 ദിവസം ഈ വിഷയം എടുത്ത് വായിക്കാം മോളെ. ആമോസിന്റെ പ്രവചനം. ഇനി ബൈബിൾ എല്ലാവരും തുറക്കണം. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 5ാമത്തെ തിരുവചനം വായിച്ചിട്ട് കുഞ്ഞേ. ഞാൻ യഹൂദായിൽ ഒരു തീ അയക്കും. ദാ കിടക്കുന്ന ഇസ്രയേലിന്റെ മതിലിനകത്ത് അയൺ ഡോമിനെ ഭേദിച്ചുകൊണ്ട് ഞാൻ ഒരു തീ അയക്കും. അടുത്ത വാക്ക്, അത് യെരൂശലേമിലെ യെരൂശലേമിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഇതാ മക്കളെ, ഒക്ടോബർ മാസം 7-ാം തീയതി അഷ്കലോന്റെ ബോർഡറിൽ നിന്ന് 4000 ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിനകത്തേക്ക് കടന്നു കയറി പച്ചയ്ക്ക് സകലരെയും കൊന്നുകളഞ്ഞു. പാർട്ടി നടന്നവരെ വെട്ടിക്കൊന്നു കഴിഞ്ഞു. അത് മാത്രമല്ല, 1000കണക്കിന് റോക്കറ്റുകൾ യഹൂദിയയുടെ അകത്തുള്ള യെരൂശലേമിന്റെ അരമനകളെ കത്തിച്ചു കളഞ്ഞു. ഇതാ ബൈബിളിന്റെ പ്രവചനത്തിന്റെ ഏറ്റവും നിർണായകമായ നിവർത്തി. ഇതാ കിടക്കുന്ന ഇതാ ആമോസിന്റെ പ്രവചനം. അന്തിമ യുദ്ധത്തിലേക്ക്. നിങ്ങൾ രാവിലെ ടെലിവിഷനിൽ കണ്ടില്ലേ? ലോകരാജ്യങ്ങൾ ഞെട്ടിപ്പോയി. ഇത്രയും സംവിധാനമുള്ള ഇസ്രയേൽ അവരുടെ സൂക്കോത്ത് പെരുന്നാളിനകത്ത് രാവിലെ 7:30 ഗാസയുടെ മണ്ണിൽ നിന്ന് ഹമാസിന്റെ ടീം കയറി 4000 പോരാളികൾ വഴിയിൽ കിട്ടിയവനെല്ലാം വെട്ടിക്കൊന്നു. അതേസമയത്ത് ഡാൻസ് കളിക്കുന്നവരെ കൊന്നു, മാതാപിതാക്കളെ കൊന്നു, പലരെയും വണ്ടിക്കകത്ത് കെട്ടിവലിച്ചു, ഗർഭിണിയുടെ വയറ് തുറന്ന് കുഞ്ഞിനെ പുറത്തെടുത്തു, പച്ച മനുഷ്യനെ ക്രൂരമായി ബലാത്കാരം കാര്യം ചെയ്യുന്ന നിങ്ങൾ കണ്ടു. അത് മാത്രമല്ല, ജെറുസലേമിലും ടെല്ലവീവിലും സകല കെട്ടിടങ്ങളുടെ മേലും മിസൈൽ പതിക്കുന്ന കാഴ്ച മലയാളി പെൺകുട്ടികൾ നെട്ടോട്ടമോടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ക്ലിയർ വചനം. ഇനി വരാൻ പോകുന്നത് ജെറുസലേമിന്റെ വിഷയത്തിൽ ഒരന്തിമ യുദ്ധം. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, യെരൂശലേമിന്റെ അരമനകൾ അത് കത്തിച്ചു കളയും. ആ സംഭവമാ 2021 ഒക്ടോബർ മാസം 7-ാം തീയതി. ഇത് കണ്ടിട്ട് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, വി ആർ അറ്റ് വാർ, ഞങ്ങൾ യുദ്ധത്തിലേക്ക്